ഇങ്ങനെ അംഗനവാടി കുട്ടികളുടെ സെൻഡ് ഓഫ് നമ്മൾ കളറാക്കി കേട്ടോ. അപ്പോഴൊരു ചോദ്യം, അംഗനവാടി കുട്ടികൾക്ക് മാത്രം മതിയോ, അമ്മമാർക്കും എന്തേ സെൻഡ് ഓഫ് വെച്ചാലും? പിന്നെ എന്താണ് ഞാനും. പിന്നെ ഇതാ നമ്മളെ കലാപരിപാടികൾ തുടങ്ങാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അമ്മമാർക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ എന്ന് കരുതി നമ്മൾ അങ്ങനെ അംഗനവാടിൻ്റെ തൊട്ടടുത്തുള്ള EMS വായനശാലയിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഏട്ടന്മാർ എപ്പോഴും നമുക്ക് എല്ലാവർക്കും സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ നമ്മളിതാ വായനശാല തുറന്ന് നമ്മളെ കലാപരിപാടികൾക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായി ഓരോ പരിപാടികൾ അവതരിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ സിനിമാ ബോർഡാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം എല്ലാവർക്കും ഭയങ്കര മടിയായിരുന്നു, എല്ലാത്തിലും പങ്കെടുക്കണം ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചൊന്ന് പുറക്കുന്നൊന്ന് തള്ളി കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ഓക്കെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അഖിലേച്ചി ആദ്യം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാവങ്ങളും അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ആരും പുറകോട്ടായിരുന്നില്ല, എല്ലാവരും ഒരുപോലെ ആയിരുന്നു. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ട് കേട്ടോ, പക്ഷെ ആരും പുറത്തെടുക്കുന്നില്ല. പല ഏജിലുള്ള ആൾക്കാരാണ് നമ്മളുള്ളത്. നമ്മൾ അംഗനവാടി കുട്ടികൾ അമ്മമ്മമാരൊക്കെയാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ ഉള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഷൈ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് പലരും നമ്മൾ അംഗനവാടിയിൽ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് ഒന്നൊന്ന് പുറകുന്ന തള്ളി കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും ഫുൾ എനർജി ആയിട്ട് കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പല പരിപാടികളും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്തോട്ട് നമ്മൾ പോയി. ശരിക്കും പറഞ്ഞാൽ മുട്ടായി വരക്കൽ മത്സരം വരെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമാർക്ക് മുട്ടായി വരക്കൽ, കുളംകര, സിനിമ പേര് പറഞ്ഞൽക്ക്, പാട്ട് പാടിക്കളിക്കൽ, കസേരക്കളി, പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് നമ്മൾ ഒരു കുട്ടിക്കാലത്തോട്ടുള്ള എല്ലാ കളികളും നമ്മൾ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ചെയ്യാൻ പഠിച്ച് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിലും ഭയങ്കര മടിയും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചു. പിന്നീട് എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. അപ്പം ഇത്രയും എനർജി ആക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുവാണ്. അപ്പം നീ വന്നതിന് ശേഷം നമ്മൾ എനർജി ആയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം അങ്ങനെ നമ്മൾ അംഗനവാടിയിലകത്ത് സെൻഡ് ഓഫിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കുറച്ച് ബിരിയാണിയും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ അമ്മമാരും കൂടി അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ പരിപാടിയൊക്കെ അടിപൊളിയാക്കി. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളില്ലാതെ മനുഷ്യരില്ല എന്നാ പറയാം. പക്ഷെ ഇത്രയും ആഗ്രഹങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പുറത്തെടുക്കാറില്ല കേട്ടോ. എല്ലാം അടച്ചു കൂട്ടി നമ്മൾ റൂമിനുള്ളിൽ വെച്ചിട്ടാണ് ഇവർ എല്ലാ ദിവസവും വരുന്നത്. ഓരോരുത്തർക്കും എന്തൊക്കെയോ കഴിവുണ്ട്. പാടാൻ അറിയുന്നവരുണ്ട്, ഡാൻസ് കളിക്കാൻ അറിയാവുന്നവരുണ്ട്, എന്നങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. പക്ഷെ ഒന്നും പുറത്തെടുക്കാറില്ല. വട്ടത്തിലിരുന്ന് എല്ലാവരും കലവിലെ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ വന്ന് നിന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആരെ കൊണ്ട് പറ്റുന്നില്ല, ഭയങ്കര മടി, കൈ വര കാല് വരാന്നൊക്കെ ആയി. അപ്പം അതൊക്കെ മാറിയതാ. ഇപ്പം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഭയങ്കര മടിയുള്ള ആൾക്കാരായിരുന്നു. ഇപ്പം ഇതാ സെൻറ്ററിൽ വന്നിട്ട് ഓരോന്ന് കളിക്കുന്നുണ്ടോ. അത്രയും മാറ്റിയെടുക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രായ വ്യത്യാസങ്ങളോ നിറവ്യത്യാസങ്ങളോ ജാതി വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ നമ്മളൊരു അടിപൊളിയായിട്ട് ഒരു അമ്മമാരും ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഈ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ പൊട്ടത്തരൊക്കെ കാണിച്ച് ഒരുപാട് ചിരിച്ചു, എന്നെക്കൊണ്ട് ഒരുപാട് അവരെ ചിരിപ്പിക്കാൻ പറ്റി. അതിൽ തന്നെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയും നമ്മൾ ഇടയ്ക്കൊക്കെ കൂടണം. എല്ലാവർക്കും ഇതുപോലെ കൂടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.